പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. അശുദ്ധാത്മാവ് ആലയത്തിനകത്തുനിന്ന്, ദേശത്തിനകത്തുനിന്ന്, നാം പാർക്കുന്ന പട്ടണത്തിൽനിന്ന് അശുദ്ധാത്മാവ് പുറത്താക്കുന്ന ഒരു ഫസ്റ്റ് കോപ്പി ഇന്ന് രാവിലെ തുടങ്ങുന്നു. ദൈവമാരുടെ ഉയർത്താൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കടന്നു. അന്തരമടമടമ ശത്രുരാമന യേശുവിന്റെ നാമത്തിൽ ശുദ്ധ രഗ ഖഗ ഛഗ ഛഗ ആത്മാവ് അൽപശം ശോധന ചെയ്യാം. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ദൈവാലയത്തിനകത്ത് ഒരു ഫസ്റ്റ് 40 ദൈവം പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് പറയണം, ഒരു ചലഞ്ചിങ് ആണ് ഞാൻ. ആ ചലഞ്ചിങ്ങിനകത്ത് ഞാൻ സാധാരണ തകർത്തിട്ട് തകർത്തിട്ട് ഒരു അടയാള പുരുഷനായി, ഒരു അടയാള സ്ത്രീയായി അവൻ ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. എന്നെ ഒരു കാരണവശാലും അവൻ തകർക്കാത്തവന് ഒരു ശാപത്തിന് കഴിയത്തില്ല. ശക്തിയോടെ കരുതട്ടി പോലെ അത് അശുദ്ധാത്മ പുറത്താക്കുന്ന ഒരു ആദ്യത്തെ 40 വയസ്സുകാരന് എന്റെ ദൈവം ഇവരത്ത് പ്രതീക്ഷിക്കുന്നു. അഭിമാനത്തോടെ, അവകാശത്തോടെ, അധികാരത്തോടെ, വാശിയോടുകൂടെ അത് നിയോഗം പ്രാപിക്കപ്പെട്ട സന്തതികൾ ഇന്ന് യാതൊരു സമയം അശുദ്ധാത്മ പുറത്താക്കട്ടെ, അഭാവശക്തി പുറത്താക്കട്ടെ. അവരെ കാണിച്ചു മാറുന്നു. ആത്മാവിനെ കാണുന്നു, ആത്മാവ് സന്ദർശിക്കുന്നു, കാണുന്നു, ആത്മാവ് സന്ദർശിക്കുന്നു, ആത്മാവ് സന്ദർശിക്കുന്നു. കണ്ടത് 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 അഭിഷേകത്തെ കണ്ടത് അവരെ ഭാരതത്തെ ശക്തിയോടെ അവരെ പോരാടി പുറത്താക്കുന്ന ഒരു വിശുദ്ധ ഫലമല്ല ഇന്ന് ഫലം ഈ സ്ഥലത്തുന്ന ഈ ശക്തിനകത്തുന്ന യേശുവിന്റെ നാമത്തിൽ അവരെ ഏൽപ്പിക്കുകയാണ്. ശക്തിയാകുക അതിന്റെ ശക്തിയുടെ ശരാകുക. Praise the Lord. Yes, 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 yes. ഞാൻ ഒരു വാക്കുകൂടി ആ ഭാഗത്ത് വന്നിട്ട് ഒരുക്കുന്ന ആശയം രണ്ട് വെളിപ്പാട് പറഞ്ഞത് ഞാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ചില തലമുറ അഭിഷേകം പ്രാപിക്കും, ചില കർത്താവിന് ശുശ്രൂഷയ്ക്ക് വേദനിക്കും, അത് ചില തലമുറ സ്നാനത്തിന് വേണ്ടി തോന്നിക്കും, ശുശ്രൂഷയ്ക്ക് വേദനിക്കും. അത് ദൈവാത്മ ഇന്ന് രാവിലെ ചെയ്യാം. വിശ്വാസത്തോടെ കരമൊന്ന് ഉയർത്തി ഒന്ന് സ്വപ്നം പറയാമോ? അത് വിശുദ്ധ തലമുറ ദൈവാത്മ എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ അത് നേപ്പാൾ കത്തുകയാണ്. ഈ നേപ്പാൾ കത്തുന്നതിന്റെ ഒരു പുറകിൽ ഞാൻ നോട്ട്സ് ഉണ്ട്, പക്ഷെ നോട്ട്സ് വായിച്ചാൽ ടൈപ്പ് ഒത്തിരി ടൈപ്പ് പോകും. നേപ്പാൾ കത്തേണ്ട ആ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ ഒരു സ്കൂളിനകത്ത് അതിന് 24ാമത്തെ വാർഷികം നടക്കുമ്പോൾ അതിന്റെ സ്കൂളിലെ ലീഡർ അതിന് ജനത്തെ താങ്ക്സ് ഗിവിംഗ് പറഞ്ഞ് ശോധന ചെയ്യാൻ അവന് 10 മിനിറ്റ് ടൈം കൊടുത്തു. 10 ടൈം കൊടുത്തു. ആ ടൈമിൽ ഇവൻ ആ മൈക്കൈ പിടിച്ചിട്ട് ഇവൻ പറഞ്ഞു, എന്റെ നാവ് അഗ്നി നാവാണ്. എത്ര പൈസ കൗമാരക്കാരനെ പറയാണ്, എന്റെ നാവ്. നമ്മുടെ നേപ്പാൾ ഇങ്ങനെ പോയാൽ പറ്റില്ല. നേപ്പാൾ തിരികെ പിടിക്കണം. ഒരു റിവൈവൽ നേപ്പാൾ നമുക്ക് ബിൽഡപ്പ് ചെയ്യണം. എത്ര വയസ്സാണ്? കേവലം ഒരു 11ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിന്റെ നാവിനകത്ത് എന്റെ നാവ് അഗ്നി നാവെന്ന് ആ കുഞ്ഞു ഭാര്യൻ പറഞ്ഞപ്പോൾ നേപ്പാൾ നിവാസികളും നേപ്പാൾ യൂട്സും ആ വാക്കിനെ സ്വീകരിച്ചു. നിങ്ങൾ പത്രം വായിക്കുകയും ന്യൂസ് കാണുകയും ചെയ്തവർക്കറിയാം, ഇന്നത്തെ നേപ്പാളിന്റെ സ്ഥിതിഗതികളെല്ലാം മാറ്റപ്പെട്ടു. അവിടുത്തെ ഭരണാധികാരികൾ അഴിമതി ചെയ്ത ഭരണാധികാരി അടിച്ചു തൊഴിച്ച് അവിടുത്തെ യുവജനങ്ങൾ അടിച്ചു തൂത്തുവരട്ട അവർ തന്നെ പെയിന്റും ബ്രഷ് എടുത്തുകൊണ്ട് തെരുവുകളെല്ലാം ശുദ്ധമാക്കിയാണ്. എന്റെ മൂത്തക്കണേ, ഞാൻ സംബന്ധിച്ചുള്ള പാസ്റ്ററാണ്, ഈ മേഖല പാസ്റ്ററാണ്, ഒരു സഞ്ചാര സുവിശേഷൻ. ഞാൻ ഈ സഭയിലും ഒരു 10-20 വർഷം മുമ്പ് പ്രസംഗിക്കാൻ ഈ ഭാര്യ സമീപത്തിലുണ്ട്. ഞാൻ പല സഭയിൽ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ട്. ചില സഭകളിൽ പോയാൽ ഒരു ദൂത് പറയാൻ തക്ക നാവിന് പറ്റത്തില്ല, ഒരു വിശുദ്ധ ശബ്ദം പറയാൻ. അതിന് ഉപദേശന്മാർക്ക് പരിമിതിയുണ്ട്. 3 വർഷം കഴിഞ്ഞില്ലെങ്കിൽ അവര്
അന്റാർട്ടിക്കയ്ക്ക് ട്രാൻസ്ഫർ ആയി പാച്ചു. അതുകൊണ്ട് അവർ പേടിച്ചെങ്ങനെയിരിക്കുക സ്വന്തം. പക്ഷെ അതിന് സഭയിലെ യൂട്ട്സ് എന്ത് ചെയ്യണം? പറഞ്ഞേ മക്കളെ പറഞ്ഞേ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശുദ്ധ തലമുറ വന്ന നിങ്ങളുടെ സഭയ്ക്ക് കിടക്കുന്ന അശുദ്ധാത്മാവിന്റെ സ്പിരിറ്റിനെ, ഞാൻ പറഞ്ഞല്ലോ 11ാം ക്ലാസ് പഠിക്കുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ നാവ് അഗ്നിനാവ് എന്ന് പറഞ്ഞു. തന്റെ ആ ശബ്ദം പറഞ്ഞപ്പോൾ തന്റെ ജനത്തിന്റെ തലമുടി മാറി അത് എഴുന്നേറ്റിരുന്നു. അത് മൊത്തം ശിരസ ലഭിച്ചെടുത്തപ്പോൾ ആ നേപ്പാളി സ്ഥിതികളെ മാറ്റിയെങ്കിൽ നമ്മുടെ സഭ ശൂന്യ മാറ്റാൻ, തലച്ചിനെ മാറ്റാൻ അത് നമുക്ക് പറ്റും. അങ്ങനെ എന്നെ ഇന്ന് രാവിലെ ഉപയോഗിക്കണമേ എന്ന് പറയുന്ന തലമുറയാണെങ്കിൽ കരക്കത്തിൽ യേശുവിന്റെ നാമത്തിൽ പറ, അത് ദൈവം പോരാ 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 പോരാ. അഭിഷേകത്തെ കത്തട്ടെ. എല്ലാ കണ്ണുകൾ അഭിഷേകത്താൽ അന്യഭാഷ ഉറങ്ങപ്പെട, അത് ധന്യഭാഷ ഉറങ്ങപ്പെട, അഭിഷേകത്തെ ഉറങ്ങപ്പെട. അത് അഴിച്ചടച്ചു, അത് ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു. ആ ശാലത്തെ പതിക്കുക, ആ ശാലത്തെ അഴിപ്പാൻ ദൈവം എന്നത് ഒരു അഭിഷേകം പതിക്കുകയാണ്. ഒരു നല്ലൊരു ആക്ഷൻ കെട്ടിപ്പണിക്കുക, ഒരു വിശുദ്ധ സഭ ഉണ്ടാക്കുവാൻ, അത് ദൈവാത്മാവ് അത് വിശുദ്ധ തലമുറ എന്തേൽപ്പിച്ച ശുദ്ധീകരിക്കുന്ന കാലത്തിലേക്ക് പരിശുദ്ധ എന്തേൽപ്പിക്കുന്നു. ഐ റെഡി, കഥാവെ ഞാൻ തയ്യാറാണ്, അതെ ഞാൻ തയ്യാറാണ്, ഇപ്പോൾ അതെ ഞാൻ തയ്യാറാണ്. അതെ in the name of Jesus I will ready, അതെ ഞാൻ ഇപ്പോൾ തന്നെ അതെ തയ്യാറാണ്. കാലേ സകലമായ ചലച്ചിക്കായി എടുക്കാം, കലവിളിച്ച ആത്മാവ് അഭിഷേകത്തോടെ ഇന്ന് ഞാൻ എന്റെ തലമുറ ഒരു വിശുദ്ധ തലമുറയായി. ഞാനൊരു വാക്ക് പെട്ടെന്ന് പറഞ്ഞ, ദാവീദ് രാജാവ് ഫസ്റ്റ് 40 ജോസഫ് അധിപതിയായത് ഫസ്റ്റ് 40. സ്തോത്രം. ദാനിയേൽ 14ാമത്തെ വയസ്സിലാണ് രാജസ്ഥാന്ത്രജ്ഞനെ വെളിപ്പെട്ടത്. ഇതെല്ലാം ഫസ്റ്റ് 40 സംഭവിച്ച വിഷയമാണ്. നമുക്ക് അതൊക്കെ നിർത്താം. നമ്മുടെ യേശു ഫസ്റ്റ് 40 33 വയസ്സായപ്പോ, ഹേ മരണമേ നിന്റെ ജയം അവിടെ, ഹേ പാതാളമേ നിന്റെ വൃക്ഷമുള്ളവിടെ എന്നും പറഞ്ഞുകൊണ്ട് ജയിച്ച ഒരു ക്രിസ്തുവിന്റെ രക്തം എന്റെ ശരീരത്തിൽ കിടക്കുന്ന കാലം മാത്രം അത് ചലഞ്ചു. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ഇന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. അല്ലയോ? അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് പറയാൻ പറ്റും, എന്റെ ഒരു അഭിഷേകത്തെ പകർച്ചയുണ്ട്. ഇന്ന് രാവിലെ അശുദ്ധാത്മാവിനെ പുറത്താക്കി തനിച്ചു പാർക്കുന്നവര് ജനമാക്കി പരിശുദ്ധാത്മനെ തീർക്കുമ്പോൾ അവർ എന്നെ ഇന്ന് രാവിലെ കേൾപ്പിച്ച ദൈവത്തെ വെളിപ്പാട് നിമിത്തം ഞാൻ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. ഒരു നിമിഷം ദൈവങ്ങൾ നിലനിൽക്കാമോ? ദൈവമായിട്ട് നിലനിൽക്കാട്ടെ. അവൻ പാട്ടുകാരും ആത്മാവിനും അഭിഷേകത്താൽ അവൻ പാടി ഇന്ന് രാവിലെ ഒരു ആത്മാവിനെ ചൈതന്യത്താൽ അവൻ നമ്മൾ പകർന്ന ഒരു അഭിഷേകം. എല്ലാ കണ്ണുമടയ്ക്കണം. ആത്മാവിൽ നിന്നിട്ടാട്ടെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഒരു വിശുദ്ധ തലമുറ. പ്രിയമുള്ളവരെ, അപ്പോസ്തല ഉപദേശം സ്തോത്രം 7 1 മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മാവ്, 4 ആമേ വിശുദ്ധി വേർപാട് അപ്പോസ്തല ഉപദേശം, 5 ആമേ അപ്പം മുറുക്കൽ, അടുത്ത കൂട്ടായ്മ, അടുത്ത പ്രാർത്ഥന. ഇത് 7 അപ്പോസ്തല ഉപദേശമാണ്. അതിനകത്ത് 4ാമത്തെ കാര്യമാണ് ആമേ വിശുദ്ധിയും വേർപാട്. അങ്ങനെ വിശുദ്ധ തലമുറ ഉണ്ടെങ്കിൽ എന്നെ കേൾപ്പതിക മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഈ കൃപാവരമുള്ളവരെ സാത്താന് പേടിയില്ല, പക്ഷെ വിശുദ്ധന്മാരെ സാത്താന് പേടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാമോ? നമ്മുടെ പലരും മാതൃക ജീവിതമുള്ളവരല്ല, പലരും മാതൃകയില്ലാത്ത. അവിടെയാണ് നമ്മുടെ ചലഞ്ചിങ് ലൈഫ്.
ഇന്ന് രാവിലെ പറയാം, ഞാൻ അശുദ്ധാത്മനെ പുറത്താക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുമടയ്ക്കും പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുമടച്ചാട്ടെ. ദൈവത്തെ പുറത്താൻ ഇന്ന് രാവിലെ എന്റെ ഒരു ആത്മ പകർച്ച തരാൻ പോവുകയാണ്. എനിക്കറിയാം ചില വ്യക്തികൾ ദൈവാത്മാവ് ശുശ്രൂഷയ്ക്ക് വേദനിക്കും. അത് ചില വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മ പകർച്ച നൽകും. എല്ലാ കണ്ണുമടച്ച കർത്താവ് ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ്, ഒരു വ്യത്യസ്തമായ ഒരു അഭിഷേകത്തിന്റെ പകർച്ച എന്റെ മേൽ ഇന്ന് രാവിലെ പകരണം. എല്ലാ കണ്ണുമടച്ച് കർത്താവ് എന്നെ ഒരു അഭിഷേകനാക്കി മാറ്റും. എല്ലാ കണ്ണുമടക്കാം. അല്പ നിമിഷം എല്ലാം ശോഭം ചെയ്താട്ടെ. എന്റെ ഒരു അഭിഷേകം കലവെന്ന് ഉയർത്താമോ? ആ കലവ് ഉയർത്തി പറഞ്ഞ കർത്താവ് എനിക്കൊരു വിശുദ്ധനായിരിക്കണം. ഇന്ന് ദൈവം നിയോഗമായിട്ടാണ് ഈ സബ്ജക്റ്റ് ഈ സർക്കാരിന് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ ശബ്ദം ദൈവം എനിക്ക് വേണ്ടി എനിക്ക് ഏൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നതെങ്കിൽ, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുവാൻ കഴിയാതെ വന്നു ഈ കാവിക്കൂട്ടെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കരകൊട്ട് പറയും, എനിക്ക് സ്നാനപ്പെടണം. ഇതുവരെ സ്നാനപ്പെടുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് എനിക്ക് കർത്താവിന്റെ രക്ഷണം സ്വീകരിച്ച്